ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഇമേജ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, അതുപോലെ അത് മെർജ് ചെയ്യാം. സോ നമുക്കറിയാം ഒരു കളർ ഇമേജിൽ 3 ചാനൽസ് ഉണ്ടായിരിക്കും. BGR ബ്ലൂ ഗ്രീൻ റെഡ് അല്ലെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂ. സോ നമ്മൾ OpenCV-യിൽ BGR ആണ് ഉപയോഗിക്കുന്നത്, ബ്ലൂ ഗ്രീൻ റെഡ് ഫോർമാറ്റിലാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു ഇമേജിൽ നിന്നും ഒരു കളർ ഇമേജിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ 3 ചാനൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ആ 3 ചാനൽ കൂട്ടിച്ചേർത്ത് നമുക്ക് എങ്ങനെ മെർജ് ചെയ്ത് പുതിയ കളർ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാനലും ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഓരോ ചാനലിൻ്റെയും സൈസ് എന്ന് പറയും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു 8 ബിറ്റ് ആയിരിക്കും, 0 to 255 ആയിരിക്കും. സോ ഓരോ ചാനലും നമുക്ക് ലഭിക്കുക ഗ്രേ സ്കെയിൽ ആയിട്ടായിരിക്കും. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ബ്ലൂ, ഗ്രീൻ, റെഡ് 3 വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. B, G, R. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് cv.split എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സോ ഇതിനുള്ളിൽ നമുക്ക് ഏത് ഇമേജ് ആണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, സോ നമ്മുടെ IMG എന്ന് പറയുന്ന ഇമേജാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കത് ഷോ ചെയ്യിക്കാം. നമുക്ക് താഴെ വരാം. IM ഷോ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ നമുക്ക് താഴോട്ട് 3 തവണ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം നമുക്ക് ആദ്യത്തേതിൽ ഷോ ചെയ്യിക്കേണ്ടത് ബ്ലൂ ചാനലാണ്. സോ നമ്മളിവിടെ അതിൻ്റെ വിൻഡോ നെയിം ബ്ലൂ എന്ന് കൊടുക്കുന്നു, അതുപോലെ വേരിയബിൾ നെയിം നമ്മൾ B എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെ വരാം. അതിനുശേഷം ഗ്രീൻ ആണ്. സോ നമ്മളിവിടെ ഗ്രീൻ എന്ന് കൊടുക്കുന്നു, വിൻഡോ നെയിം, അതുപോലെ വേരിയബിൾ നെയിം നമ്മൾ G എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് റെഡ് ചാനൽ ഷോ ചെയ്യുന്നതിന് റെഡ്, അതുപോലെ അതിൻ്റെ വേരിയബിൾ നെയിം നമ്മൾ R എന്ന് കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ 3 ചാനലാണ്. ബ്ലൂ ചാനലിൻ്റെ ഇമേജാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിട്ടായിരിക്കും ലഭിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേയിലായിരിക്കും. നമ്മുടെ ബ്ലൂ ചാനലാണ് ഈ കാണുന്നത്, അതുപോലെ നമ്മുടെ ഗ്രീൻ ചാനലാണ് ഈ കാണുന്നത്, അതുപോലെ നമ്മുടെ റെഡ് ചാനലാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു കളർ ഇമേജ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്കിതുപോലെ 3 ചാനൽസ് ഇതുപോലെ ലഭിച്ചു. സോ ഇനി നമ്മൾ ഈ 3 ചാനൽ നമ്മൾ മെർജ് ചെയ്ത് നമുക്ക് ഈ കളർ ഇമേജ് ലഭിക്കുമെന്ന് നോക്കാം. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ വളരെ സിമ്പിളാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് cv.merge എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്, മെർജ്. ഇതിനുള്ളിൽ നമ്മുടെ ആ ചാനൽസ് നമ്മളിതുപോലെ കൊടുക്കാം. ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ B, G, R ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഈ രീതിയിൽ കൊടുത്തതിന് ശേഷം നമുക്കിതിനെ image2 എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം, image2. സോ ഇത് നമ്മൾ ഷോ ചെയ്യിക്കുന്നതിന് നമുക്ക് താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം കോപ്പി ചെയ്ത ശേഷം നമുക്കിവിടെ മെർജ്ഡ് എന്ന് പറയുന്ന വിൻഡോ നെയിം കൊടുക്കാം, മെർജ്ഡ്. അതിനുശേഷം നമ്മൾ മെർജ് ചെയ്ത ഇമേജ് IMG2 ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ ഇമേജ് അത് മെർജ് ചെയ്തിട്ടുള്ള ബ്ലൂ, ഗ്രീൻ, റെഡ് ചാനൽസ്, അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ചാനൽസ് നമുക്കിവിടെ ലഭിച്ചു. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ മെർജ്ഡ് എന്ന് പറയുന്ന ഒരു വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത ചാനൽസ് എല്ലാം കൂടി മെർജ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് മെർജ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഇമേജാണിത്. സോ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് തന്നെ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഉദാഹരണമായി നമ്മളിവിടെ ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നതിന് പകരമായി നമ്മളിവിടെ RGB കൊടുക്കാം. RGB ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഇമേജ് ആയിരിക്കില്ല ലഭിക്കുക. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലുള്ള കളറായിരിക്കും, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വേറൊരു രീതിയിലുള്ളൊരു കളറായിരിക്കും ലഭിക്കുക. സോ നമ്മൾ OpenCV BGR ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് BGRൽ തന്നെ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് ലഭിക്കുകയുള്ളൂ. സോ ഈ രീതിയിൽ നമുക്കൊരു ഇമേജ് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് വ്യത്യസ്ത ചാനലുകളിലുള്ള ഇമേജ് നമുക്കതുപോലെ മെർജ് ചെയ്യുകയും ചെയ്യാം.